ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്തുമസ് ആഘോഷത്തിൽ ലോകം. മിന്നും താരകങ്ങളെ മണ്ണിൽ ഒരുക്കി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം ക്രിസ്തുമസ് ആഘോഷങ്ങൾ വർണ്ണാഭമാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ വീണ്ടുമൊരു ക്രിസ്മസ് രാവിനെ വരവേറ്റ് ലോകം. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവദൂതൻ വിണ്ണിൽ അവതരിച്ച സുദിനമാണ് ക്രിസ്മസ്. തിരുപ്പിറവിയെ വരവേറ്റ് വീടുകളിലും പള്ളികളിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ പരത്തി മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിരന്നു കഴിഞ്ഞിരുന്നു. പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പൂപ്പന്മാരും ക്രിസ്മസ് ട്രീയും കരോൾ ഗാനങ്ങളുമെല്ലാം ആഘോഷങ്ങൾക്ക് നിറം പകർന്നു. പാപമോചനത്തിനായുള്ള ദൈവപുത്രന്റെ തിരുപ്പിറവിയെ സ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലുമെല്ലാം ഒത്തുകൂടിയാണ് വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സ്വർഗം മനുഷ്യനു വേണ്ടി ചെയ്ത മഹാത്യാഗത്തിന്റെ പേരാണ് ക്രിസ്തുമസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യ പ്രകാരം നാം വായിക്കുന്നു: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതൻ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ക്രിസ്മസ് ശൂന്യതയുടെ ഒരു തിരുനാൾ കൂടിയാണ്. ക്രിസ്മസ് ഏറ്റവും ചിലവ് കുറഞ്ഞ തിരുനാളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്ഥാനവലുപ്പത്തിനും സ്ഥാപന ആസക്തിയിലുമൊക്കെ അഭിരമിക്കുന്ന ലോകത്തിന് ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്, അറിവാണ് ക്രിസ്മസും പുൽക്കൂടും. സാധാരണക്കാരിൽ പോലും പാവപ്പെട്ടവനിൽ പോലും ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. സാധാരണക്കാരിലും പാവപ്പെട്ടവരിലുമൊക്കെ ക്രിസ്തുവിനെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും അവരുടെ സന്തോഷങ്ങൾ പങ്കുചേരാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പുൽക്കൂടൊരുക്കിയും നക്ഷത്ര വിളക്കുകൾ സ്ഥാപിച്ചും സമ്മാനങ്ങൾ കൈമാറിയും കേക്കുണ്ടാക്കിയും കരോൾ ഗാനങ്ങളുമെല്ലാമായി ക്രിസ്മസ് വിശ്വാസികൾ മധുരകരമാക്കുന്നു. ദൈവപുത്രന്റെ പിറവിയെ ആഹ്ലാദവും ഭക്തിയും വിശ്വാസവും ഇഴചേർന്ന ചടങ്ങുകളോടെയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഘോഷമാക്കി മാറ്റുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.